സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ രാവിലെ എണീറ്റാണ്ട് ആദ്യം അടുപ്പത്തെ വെണ്ണീരൊക്കെ ഒന്ന് കോരി വൃത്തിയാക്കിയിട്ട് നിന്നു കേട്ടോ. അതിന് ശേഷം ഇതാക്കണം ഞാൻ തീയൊക്കെ അടുപ്പിൽ കത്തിക്കുകയാണ്. ചായയും കടി ഉണ്ടാക്കണമല്ലോ, ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലേതും വേണം അടുപ്പത്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു അടുപ്പിൽ തീയെ കത്തിക്കായതുകൊണ്ടാണ് നേരം വൈകണത്. പിന്നെ രണ്ടടുപ്പിലും തീയെ കത്തിക്കുകയാണെങ്കിൽ വിഷയമല്ലേന്നു. ഒരടുപ്പത്തെ കയ്യോളം കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ എന്തുണ്ടാക്കണമെങ്കിലും ഒരടുപ്പിന് തന്നെ കാത്തിക്കണം കേട്ടോ. അപ്പോൾ രണ്ടടുപ്പിലും തീ കത്തിക്കാത്തത് എന്താ വെച്ചാൽ അപ്പുറത്ത് ഗ്യാസ് വെക്കലുണ്ട്. അപ്പോൾ പേടിയാണ് കേട്ടോ രണ്ടടുപ്പിലും തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഗ്യാസ് കുറച്ച് വിട്ട് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലേന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുന്നുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അടുക്കള വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം കേട്ടോ. ചായക്കുള്ള വെള്ളം വെച്ചതിന് ശേഷം രാത്രിയത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. രാത്രി തന്നെ പാത്രം കഴുകി വെക്കുകയാണെങ്കിൽ രാവിലേക്ക് പിന്നെ പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ നേരത്തെ ചോറുന്നതുകൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും ചിലപ്പോൾ കഴുകാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ സൂര്യമോൾ ഉറക്കാൻ കിടക്കണം, അതിൽ ഞാനങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. അപ്പോഴത്തേനും പിന്നെ ഇവിടെ വാതിലടച്ച് എല്ലാവരും കിടന്നുറങ്ങും. പിന്നെ രാത്രി പാത്രം കഴുകലില്ല, പതിവില്ല. ചോറുന്ന പാത്രമൊക്കെ അങ്ങനെ കഴുകുക എന്നല്ലാതെ ചോറും കറിയും വെച്ച പാത്രം പിന്നെ രാവിലെ ഉണ്ട് കഴുകൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാണ്. കരിപ്പാത്രങ്ങൾ എന്തായാലും പുറത്ത് കൊണ്ടുപോയി കഴുകണം. ഇവിടെ നിന്ന് പറഞ്ഞാൽ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, പ്ലേറ്റും കാര്യങ്ങളൊക്കെ, അതൊക്കെ മാത്രമാണ് കേട്ടോ ഇവിടുന്ന് കഴുകണം. പിന്നെ വീതലൊക്കെ ഒന്ന് ആദ്യം തന്നെ വൃത്തിയാക്കിയാണ്, പിന്നെ പാത്രം കഴുകി കൊടുത്തൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഞാൻ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ചായക്കടി ഉണ്ടാക്കണതൊന്ന് ചോറാണ് കേട്ടോ, തേങ്ങാച്ചോറ് വെക്കില്ല, അതേപോലെ ഏലക്കച്ചോറ് എന്ന് പറയും. അപ്പോൾ കുറച്ച് പച്ചരി ഉണ്ട്, റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന പച്ചരി കുറച്ചുണ്ട് കേട്ടോ. പച്ചരി കഴിയാനായിട്ടുണ്ട്, ഇനി നാളേക്കും കൂടെ ഉള്ളൂ. നാളെ ദോശ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചായക്കടി ഉണ്ടാക്കണം, അതിന് തന്നെ ഉള്ളൂ. അല്ലാതെ പച്ചരി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചായക്കടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വേണം. അല്ലെങ്കിൽ റേഷൻ കടയിലത്തെ അരി ഉണ്ടെങ്കിൽ പിന്നെ അതിമ അങ്ങനെ കൂടും കേട്ടോ. റേഷൻ കടയിലത്തെ അരി ചോറ് വെക്കാൻ തന്നെ അരിയില്ല, അതും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3 കിലോന് 2 കിലോന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങലാണ് കേട്ടോ. ഒരു ചാക്ക് വാങ്ങണം, അല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നാളികേരമൊക്കെ പൊട്ടിച്ചതിന് ശേഷം നാളികേര വെള്ളം ഞാൻ മക്കൾക്ക് എടുത്തേക്കാൻ മാത്രമൊന്നുമില്ല, ഒരു ഗ്ലാസ്സും ഇല്ല, അര ഗ്ലാസ്സും ഇല്ല, ഒരു 1/4 ഗ്ലാസ് പറയാൻ മാത്രമൊന്നും ഇല്ല. എന്നാലും ഞാനതാണ് കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ ഈ നാളികേരം അങ്ങോട്ട് ചിരവി എടുക്കട്ടെ കേട്ടോ. ഞാൻ കൈക്കല കഷ്ണം കുറേ തിരഞ്ഞു കേട്ടോ. കൈക്കല കഷ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയേക്കാൻ വേണ്ടിയിട്ടൊരു തുണി എടുക്കുമല്ലോ, ടർക്കിയുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് കീറിയാണ്ടൊക്കെ ഉണ്ടോ, പഴയ മാക്സിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൈക്കല കഷ്ണം ആക്കൽ, ഇങ്ങനെ കൂട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ളത് കൈ കൊള്ളണ്ട വിചാരിച്ചാണ്ട്. പക്ഷെ അതിന് നോക്കിയപ്പോൾ ഒന്നും തിരഞ്ഞിട്ട് കണ്ടില്ല. അതിൽ ഞാൻ അവിടെ പഴയൊരു തോർത്തുണ്ടായിരുന്നു കേട്ടോ, എടുക്കലില്ല ആ തോർത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനുകൊണ്ടാണ് കേട്ടോ. കൈ എനിക്ക് ഇടക്കിടക്ക് വെള്ളമാകുമ്പോൾ തുടക്കണം, എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് കേട്ടോ. കൈ എപ്പോഴും തുടച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു തോർത്തെടുത്തിട്ടുണ്ട്. അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ കൈ എപ്പോഴും നനഞ്ഞുകൊണ്ടാവുമല്ലോ. പിന്നെ ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം കൂടെ വെച്ചു കേട്ടോ. ഇനി ചൂടാവട്ടെ. ചായക്കുള്ള പൊടിയൊക്കെ ആവശ്യത്തിനുള്ള പൊടി ഇട്ടാണ്ട് ചായ കൊടുക്കുക അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വറകും കൂടെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. വറകിട്ട് കത്തിക്കട്ടെ. നല്ല കനുള്ള കൊള്ളിട്ടാൽ അങ്ങനെ അവിടെ കത്തി കിട്ടിക്കോളും. അങ്ങനെ ഞാൻ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ, നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ കടി ഉണ്ടാക്കാൻ നിൽക്കട്ടെ. നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്, ചമ്മന്തിക്കുള്ള നാളികേരം അവിടെ ചിരവിയിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടല്ലോ തോലൊളിച്ചത്, അത് തോലൊളിച്ച് കഴുകി വൃത്തിയാക്കിയാണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കഞ്ഞിക്കലം ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ കേട്ടോ. അത് മാറ്റി വെച്ചാണ്ട് ഞാൻ കഞ്ഞിക്കലത്തെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു തിളച്ച വെള്ളമാണ് ഞാൻ ഈ ഒരു ഉരുളി ഉണ്ടല്ലോ, ആ ഒരു ഉരുളിയിലാണ് കേട്ടോ ഞാൻ ചോറ് വെച്ചെടുക്കണത്. ആ ഉരുളിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. എന്നാൽ പിന്നെ അതിൽ തന്നെ വേവിച്ചെടുക്കും ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ പച്ചവെള്ളം ഒഴിച്ചാണ്ട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചാണ്ട് അതിങ്ങോട്ട് കുറച്ചും കൂടെ അതിക്ക് വെള്ളം ഒഴിച്ചാണ്ട് പിന്നെ അത് തിളപ്പിച്ചെടുക്കുക. അതുകൊണ്ട് അതൊക്കെ ചൂടുവെള്ളമാട്ടോ എടുക്കണത്. അത് അടുപ്പത്ത് കടന്ന് ഇനി വറക് കൊണ്ടിട്ട് വറകൊക്കെ തീയൊക്കെ കത്തി കഴിഞ്ഞിട്ടുണ്ട്. അരി ഇല്ല എന്ന് പറഞ്ഞില്ല, അരി ഈ ഒരു ചാക്കിൽ കുറച്ച് അരി ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ചോർക്കെടുത്താൽ അപ്പോൾ ആ ഒരു ചാക്കിൽ നോക്കിയപ്പോൾ അതിലൊരു പൊടിയോളം ചാക്കരിയും കൂടെ കണ്ടിട്ടോ.
അത് എന്നത്തേണാവോ അതിലുള്ളത്. ഞാൻ ചോറ് വെക്കുമ്പോൾ ആ ചാക്കരി അതിലേക്ക് ഇടാമല്ലോ, അതുകൊണ്ട് ചെറിയൊരു കവറിൽ എന്നിട്ട് അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അരി അളന്നെടുക്കട്ടെ കേട്ടോ. ഒരു നാഴിയും ഒരു ലേസം എടുക്കണുള്ളൂ കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ തീ ഉഷാറായിട്ട് കത്തിക്കട്ടെ ആദ്യം, എന്നാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ വെന്ത് കിട്ടാൻ. തീ കത്തിയിട്ടില്ലെങ്കിലാണ് നമ്മളെ പണിയൊക്കെ അത് ബാക്കൊക്കെ നിൽക്കുക. അങ്ങനെ ഇതാക്കണ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം എളുപ്പം തിളക്കുകയും ചെയ്യും. ഞാൻ ആ കഞ്ഞിക്കാലത്തത്തെ വെള്ളം ഇതൊക്കെ പകുതിയിലേറെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചോറിനുള്ള അരി ഇട്ട് കൊടുക്കാം. പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ട് വേവാനും നല്ല ടേസ്റ്റും ആവട്ടെ, നല്ല രസമാവും പച്ചരീനോട് തേങ്ങാച്ചോറ് പോലെ ഉണ്ടാക്കിയാൽ. അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഒരു മുറി നാളികേരമാണ് കേട്ടോ ഇതൊക്കെ എടുത്തുന്നത്. അപ്പോൾ നാളികേരം ഉള്ളിടത്തോളം ഉള്ളതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. നാളികേരം കുറച്ചൊരു പൊടി ഏറെ ഇട്ടാലും അത് ടേസ്റ്റാണ് കേട്ടോ, നല്ല രസമാണ്. അതുകൊണ്ട് ഇതാ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് അധികം തോല് ഒളിച്ച് വെച്ചായിരുന്നു, അതും കൂടെ അത് നടുക്ക് കീറി വെച്ചായിരുന്നു കേട്ടോ. അതും കൂടെ ചേർത്തു. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്താണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തിളച്ച് ചിന്തുണ്ടോ ഇല്ലയെന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. തിളച്ച് ചിന്തിയിട്ടില്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. തിളച്ച് ചിന്താൻ പറ്റൂല, തിളച്ച് ചിന്തണത് ശ്രദ്ധിക്കണം. ഇനി വേവട്ടെ. കുറച്ച് വിറകിട്ട് കൊടുത്തിട്ടുണ്ട്, ഊതി കത്തിക്കട്ടെ, അല്ലാതെ കത്തണില്ല. അങ്ങനെ ഇതാ ചോറൊക്കെ വെന്തതിന് ശേഷം ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടു നമ്മളെ ചായക്കടിയൊക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം ഇതാ കഞ്ഞിക്കലം വീണ്ടും അടുപ്പത്ത് വെച്ചാണ്ട് വെള്ളം തിളപ്പിച്ചെടുത്ത് അരി നന്നായിട്ട് കഴുകിയാണ്ട് അരി അളന്നിട്ട് കൊടുക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വിഷ്ണു സ്കൂളിലേക്ക് എണീറ്റ് വന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു വെള്ളം വെച്ചേരാൻ കുളിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു വെള്ളം ഈ വെക്ക്, ഈ വലിയ കുട്ടിയായില്ലേ, വെള്ളം വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയാം ഇപ്പോൾ വൃശ്ചിക മാസമല്ലേ, അതുകൊണ്ട് ചെറിയൊരു കുഞ്ഞ് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ. അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ചുടുവെള്ളം വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ചുടുവെള്ളമൊന്നും വേണ്ട, ഈ കുളിച്ചു പറഞ്ഞിട്ടോ. അമ്മ വെച്ചേരി അറിഞ്ഞ് നിൽക്കുകയാണ് അവിടെ. ഇനി അരി ഇട്ടതിന് ശേഷം ഞാൻ ഓന് ലേശം ചൂടുവെള്ളം വെച്ച് കൊടുക്കട്ടെ. ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് തുടങ്ങിയിട്ട് ഇന്നൊക്കെ 3-4 ദിവസമായിട്ടുണ്ട്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, വൃശ്ചിക മാസമല്ലേ. രാവിലെ ചെറിയ കാറ്റും കാണാം, നല്ല തണുപ്പുള്ളൊരു കാറ്റ്. അപ്പം എൻ്റെ മേമ വിളിച്ചപ്പോൾ മേമ പറഞ്ഞിരുന്നു 2 ദിവസം മുന്നേ അങ്ങോട്ട് മഴ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ വൃശ്ചികത്തിൽ മഴയൊക്കെ ആയിട്ട് അങ്ങനെ പോണില്ലേ കാലാവസ്ഥേൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാക്കണ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ പിന്നെ ചോറ് വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നേരത്തെ കണ്ട ആളല്ലല്ലോ ഇപ്പോൾ എന്ന്. ശരിയാണ്, ഞാനൊരിടം വരെ പോകാൻ വേണ്ടി, ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ചുരിദാർ ഇട്ടേന്നതാട്ടോ. പക്ഷേ അവിടേക്ക് ചെല്ലണ്ട എന്ന് പറഞ്ഞു. കാരണം ഇന്ന് വരണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആ ഡ്രസ്സൊക്കെ ഞാൻ മാറ്റിയിട്ടോ. അങ്ങനെ ചോറൂറ്റൽ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ ചമ്മന്തി അരച്ചു. നാളികേര ചമ്മന്തിയാണ് കേട്ടോ അരച്ചത്. പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടാണ്ട് കുറച്ച് സുർക്കൊഴിച്ചാണ്ട് അങ്ങനെ ഒരു കുഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചായക്കടി പച്ചരീൻ്റെ ചോറുണ്ടല്ലോ, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അത് പിന്നെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കണത്. ഇത് നല്ല രസമാണ് കേട്ടോ, ചമ്മന്തിയൊക്കെ കൂട്ടി തിന്നാൻ. അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ രസമാണ്. അച്ചാറും പപ്പടവും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇനി ഞാൻ മക്കൾക്ക് ചായ കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ വിഷ്ണുവിനൊക്കെ ചായ കൊടുത്തതിന് ശേഷം ചായയൊക്കെ കുടിച്ചോ സ്കൂൾക്ക് പോയിട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ ഇതാക്കണം, സൂര്യമോളെ ചായകുടി കഴിഞ്ഞോളം അംഗൻവാടിക്ക് ഒരുക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് ചോദിച്ചാൽ ഒരു ടിന്ന് ഞാൻ മുറുക്കുകയാണ് കേട്ടോ, വേറെ ഒന്നിനല്ല. സൂര്യമോളെ അംഗൻവാടിക്ക് ഒരുപാട് ദിവസമായി ടീച്ചർ ഒരു ചെടി കൊണ്ടുവരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ വല്ലാണ്ട് ചെടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് അതിമക്ക് മൈൻഡ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലിങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അമ്മേനെ ഫോൺ വിളിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ചെടീനെ കണ്ടത്. അപ്പോൾ ഞാൻ ഓർത്തു പടച്ചമ്പുരാനെ, ടീച്ചർ എന്നോട് കുറേ ദിവസമായി ചെടി കൊണ്ടുവരാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെടി കൊണ്ടു കൊടുക്കാമല്ലോ എന്ന്. കാരണം എല്ലാ കുട്ടികളും കൊണ്ടു കൊടുത്തിട്ടുണ്ട്, കൊണ്ടു കൊടുക്കാത്ത ഒരാൾ സൂര്യമോൾ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ആ ചെടി എടുത്താണ്ട് ഈ ഒരു കുപ്പിക്ക് ആക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു കുപ്പി എടുത്തണത്. അതിലിതാ ഞാനിതിന് ചെറിയൊരു ഓട്ടം ഉണ്ടാക്കണോ വേണ്ട എഴുതി ഇങ്ങനെ നിൽക്കണം അതിൻ്റെ മൂട്ടിൽ. കാരണം എന്താ വെച്ചാൽ ചെടി കുഴിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതാ ഞാൻ പറിച്ചു കൊണ്ടുവന്നത്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ
ചെടികളെക്കുറിച്ചൊന്നും വല്ലാണ്ട് ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. കാരണം അതിമ്മക്ക് വല്ലാതെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കേട്ടോ, കുഴിച്ചിടാനൊന്നും ഞാൻ നോക്കലില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ, വീട്ടിലൊക്കെ ചെടി കാണുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. പൂക്കളൊക്കെ വിരിഞ്ഞ് കാണുന്നതൊക്കെ ഇഷ്ടമാണ്, നനച്ച് കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം ആഗ്രഹമുണ്ട്, എന്തൊക്കെ ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അതിമ്മക്കൊന്നും മൈൻഡ് വെക്കലില്ല. കുറേ മുന്നൊക്കെ ആണെങ്കിൽ കുറേ ഞാൻ വന്നതിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലൊക്കെ കുഴിച്ചിടുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം തീരെ തിരിഞ്ഞു നോക്കലില്ല. അങ്ങനെ ഞാനിത് പറിച്ചു കൊണ്ടുവന്നാണ്ട് അവിടെ നിന്ന് തന്നെ കുറച്ച് മണ്ണൊക്കെ വാരിയെടുത്ത് കൊണ്ടുവന്നു. ഞാൻ ആ മണ്ണൊക്കെ ഇതൊക്കെ വാരിയിടുകയാണ്. പിന്നെ ഇതൊക്കെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ നട്ടതല്ലേ, അതിൻ്റെ വേര് പൊട്ടാതെ കിട്ടട്ടെ എഴുതിയിരുന്നു. പൊട്ടാതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കട്ടെ. കണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു ചെറിയ കുഞ്ഞ് ചെടിയും ഒരു പൂവും. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അറിയണ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ചെടികളെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് വലിയ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനെന്താ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാനിത് ഒരു കവറിലാക്കിയാണ്ട് അംഗൻവാടിക്ക് കൊണ്ടുപോകാൻ നോക്കട്ടെ. എൻ്റെ കയ്യുമ്മലൊക്കെ ആകെ മണ്ണായിട്ടുണ്ട്. കൈ കഴുകട്ടെ പോയാണ്ട്. കണ്ടോ, നല്ല രസമുണ്ട് കാണാനല്ലേ. പിന്നെ ഞാൻ സൂര്യമോളെ അംഗൻവാടിയിലൊക്കെ കൊണ്ടുപോയി ആക്കിയാണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് പറഞ്ഞാൽ ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. വേറെ ഒന്നിനല്ല, ടെറസിൻ്റെ മേലെ എനിക്ക് ഇടയ്ക്ക് തോരയിടുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരണമെന്ന്. അപ്പോൾ തോരയിടൽ ഇത് കൂടെ ഒക്കെ തോരയിടലുണ്ട്. എന്നാലും ഇവിടെ ഉണക്കിയാൽ നല്ല എളുപ്പത്തിൽ ഉണങ്ങി കിട്ടും കേട്ടോ. വെയിലിൻ്റെ നല്ല ചൂടല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കട്ടെ എഴുതി. നമ്മളെ പുകക്കുഴൽ നോക്കി തറവാടിൻ്റെ ഇവിടെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടായാണ്ട് പൊട്ടിയതാ തോന്നുന്നു. കുറേ കാലമായി അതൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്താ മക്കളെ, ഇതിൽ കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ പോന്നപ്പോൾ അടിക്കാട്ടുമുറം കൊണ്ട് പോകുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഇതിങ്ങോട്ട് വാരിയാണ്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇടാലോ. പിന്നെ അവിടെ പോയി അടിച്ചു വരിയാൽ മതിയല്ലോ. ഈ ഒരു സമയത്ത് തന്നെ മുറ്റം കൂടെ അടിച്ചൊരു വൃത്തിയാക്കാൻ കേട്ടോ. താഴെ പോയിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കണം. കുറേ അപ്പുറം 4 ഭാഗം മുറ്റമുണ്ട് പെര ചുറ്റോറം. അവിടെയൊക്കെ ഒരു വിധമൊക്കെ അടിച്ചൊരു വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് പോകുന്നത്, പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കണമല്ലോ വിചാരിച്ചാണ്ട് പോകുന്നതായിരുന്നു കേട്ടോ. കാരണം പണികളൊക്കെ ഒരുവിധം അങ്ങോട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പണികളൊക്കെ വെറുതെ ഇങ്ങനെ ഒരുങ്ങി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ്ട് കേട്ടോ ഈ ഒരു പണിക്കൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ അടിച്ചൊരു മുറ്റത്തേക്ക് ഇട്ടേന്നു. മുറ്റം കൂടെ അടിച്ചൊരു വൃത്തിയാക്കട്ടെ കേട്ടോ. ഇത് ഇനി ഇവിടുന്ന് കത്തിക്കണം. അപ്പോൾ കുറച്ചും കൂടെ ചമ്മലൊക്കെ കൂടട്ടെ, എന്നിട്ട് കത്തിക്കരുത്. അങ്ങനെ ഇത് അടിച്ചുവരലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരത്താണ് കേട്ടോ. വൈകുന്നേരത്ത് തുണികളൊക്കെ തോരട്ട് ഉണങ്ങിയത് കേട്ടോ. ഉണങ്ങിയത് മുറ്റത്തു നിന്നൊക്കെ കൊണ്ടുപോയി മടക്കി വെക്കാൻ നോക്കട്ടെ. പിന്നെ ഞാൻ വൈകുന്നേരത്ത് കറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ. കറി പറഞ്ഞാൽ ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കണം. ഇപ്പോൾ ചിക്കനും മീനൊന്നും വാങ്ങാത്തതുകൊണ്ട് ഫുള്ള് പച്ചക്കറിയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കണം കരുതി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഇന്നെ വീഡിയോ എടുക്കണ്ട. അപ്പം ഞാൻ പറയും ഇന്നെ വീഡിയോ എടുക്കല്, വിഷ്ണു അവിടെ കൊച്ചു TV കാണല്ല, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ അകത്തേക്ക് പോട്ടെ, കറി ഉണ്ടാക്കാൻ പോട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ് മക്കളെ. കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഒന്നും അറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കട്ടോ. അപ്പോൾ ഞാനിനി നിന്നിട്ട് കാര്യമില്ല, എൻ്റെ മുറ്റടിയൊക്കെ കഴിഞ്ഞു, നേരത്തെ തന്നെ കഴിഞ്ഞതല്ല. ഇനി ഞാൻ കറി ഉണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീഡിയോ വിശേഷങ്ങൾ. ഞാൻ എന്തായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ.